ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല, ഒരു അത്ഭുത യാത്ര 10 രൂപ ഉണ്ടെങ്കിൽ മസനഗുഡി തമിഴ്നാട് കറങ്ങി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്ന് ഞാൻ പറയാൻ പോണേ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, മയിലൊക്കെ എൻ്റെ വണ്ടിൻ്റെ തൊട്ടടുത്ത് വന്ന് നോക്കി, എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ച് നോക്കി. ഇപ്പം നല്ല തണുപ്പുള്ളൊരു ടൈം കൂടി, ഇപ്പം യാത്ര ചെയ്യാൻ പറ്റിയ, അതായത് കാടൊക്കെ കാണാൻ പറ്റിയൊരു സമയം. മയിലൊക്കെ കണ്ടില്ല, വണ്ടിൻ്റെ തൊട്ടടുത്ത് നിന്ന് തീറ്റ തിന്നുന്നൊരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളും. അതുപോലെ തന്നെ ആനൻ്റെ അടുത്തൊക്കെ പോകരുത്, ഒരു 100 മീറ്റർ വിട്ടേ നിൽക്കാവും, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടി മുമ്പോട്ടായിട്ട് പോകുമ്പോൾ കാഴ്ചകളാകെ മാറിയില്ലേ. ഒരു വലിയ മാൻകൂട്ടം, നിങ്ങൾക്ക് എണ്ണാൻ പറ്റിയെങ്കിൽ എണ്ണിക്കോളി. ശരിക്കും മറ്റ് മൃഗങ്ങൾ വേട്ടയാടുന്ന ഒരേ ഒരു ജീവി അധികവും മാനുകൾ. അതുകൊണ്ട് ആ മാൻ ശരിക്കും ഒരു പാവം ജീവിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഏത് ഈ 10 രൂപ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ മസനഗുഡി തമിഴ്നാട് കറങ്ങി വരാമെന്നുള്ളതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളി. കാരണം ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് അതിലാണ് യാത്ര നടത്തുന്നത്. അതാണ് ശരിക്കും നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം അങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും, ശരിക്കും ചെയ്യാൻ പറ്റും. ആ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ശരിക്കും ഫുഡ് കാര്യങ്ങൾ പഴം അങ്ങനത്തെ ഇതൊക്കെ ശേഖരിച്ചതിന് ശേഷം ഞാൻ നേരെ കാലിക്കറ്റുനിന്ന് തമിഴ്നാട്ടിലേക്കുള്ളൊരു യാത്ര നടത്തി, അതായത് മസനഗുഡിക്ക്. അതിൻ്റെ ഇടയ്ക്ക് മേപ്പാടി വെച്ച് ഒന്ന് വണ്ടി ചാർജ് ചെയ്തു, വെറും 10 രൂപ, അതായത് ചാർജിങ് മോഡ് വെച്ചിട്ട് 10 രൂപയിൽ റീചാർജ് ചെയ്തിട്ട് നേരെ 123 കിലോമീറ്ററോളം ഉണ്ട് മസനഗുഡിക്ക്. അവിടെ എത്തി ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ അവിടെ സ്റ്റേ ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡൊക്കെ മാനിൻ്റെ കൂട്ടങ്ങൾ. പ്രകൃതി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് ഒരുക്കിയിട്ട് എന്തുകൊണ്ട് നമ്മൾ ആസ്വദിക്കുക. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം. ഇതുണ്ടോ, മസനഗുഡിക്കായിട്ട് എത്തിയപ്പോൾ കാഴ്ചകളാകെ മാറി. ഇത് ആ മസനഗുഡി ഒരു പാലുണ്ട് ചെറിയ, അതിൻ്റെ ചുറ്റുമുള്ള പച്ചപ്പാണ്, ഒരു പുഴയുണ്ട്. ആ പുഴ ശരിക്കും ഒരു അത്ഭുതം തന്നെ, നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ. അതുപോലെ തന്നെ അവിടെ ഒരാൾ കണ്ടോ, ഒരു ആദിവാസിയായ ഒരു യുവാവ് മീൻ പിടിക്കുന്ന രംഗങ്ങളാണ്. ഈ പച്ചപ്പ് കണ്ടാൽ തന്നെ നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് അനുഭൂതികളും ഒരു പ്രത്യേക ഫീലാണ്. അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ശരിക്കും നിങ്ങൾ എവിടെ തന്നെ വരണം, മസനഗുഡി. മസനഗുഡിയിലുള്ള റോഡിൻ്റെ ഭംഗി വെച്ച് എന്തായാലും ആ കാടിൻ്റെ ഭംഗി ഞാൻ വേറൊരു കാട്ടിലും കണ്ടില്ല. മുത്തങ്ങല്ല, ബന്ദിപ്പൂരില്ല, അതുപോലെ തന്നെ വേറൊരു കാട്ടില്ല. മസനഗുഡീൻ്റെ ആ ഒരു റോഡിൻ്റെ ഭംഗി വെച്ച് കൊടുക്കുക. അതിൽ ഒരാൾ മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മീൻ പിടിക്കുക വെച്ചാൽ ഒരുപാട് മീനുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും ഞാൻ മറ്റൊരു കാഴ്ചയാണ്, മുമ്പ് കൂടി ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ വണ്ടി കണ്ടൊന്ന് ചവിട്ടി, ശരിക്കും വലിയൊരു മാൻകൂട്ടാണ് കാണാൻ. അപ്പോൾ തൊട്ടടുത്ത് ഇതുപോലെ ഈ മാനുകൾ ശരിക്കും ഉണ്ടല്ലോ, മറ്റ് മൃഗങ്ങൾ വേട്ടയാടാൻ വേണ്ടി മാത്രമല്ല, പാവം ജീവികളല്ലേ. നിങ്ങളൊന്ന് നോക്കി, ആ മാനുകൾ എത്ര നിഷ്കളങ്കമായിട്ടുള്ള മാൻകൂട്ടങ്ങളാണ്. ഈ മറ്റു മൃഗങ്ങൾക്കും പിന്നെ വേട്ടയാടാൻ വേണ്ടി മാത്രമാണ്. ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ വേട്ടയാടുന്ന മാനുകളായിരിക്കും. മാനുകളാണ് ഒരുപാട് പെറ്റ് പെരുകി കാടിൽ നമ്മൾ കാണുന്നതും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം പറയാം, എങ്ങനെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഞാൻ പോയി വന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. അപ്പോൾ ശേഖരിച്ചതിന് ശേഷം ഇതുപോലെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചത് വണ്ടി ഇടയ്ക്ക് സ്റ്റക്കാല, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. കാരണം ഞാൻ മസനഗുഡി നേരത്തെ പറഞ്ഞ മസനഗുഡി വന്ന് അവിടെ നിന്ന് വണ്ടി ചാർജ് ചെയ്ത്, അവിടെ നിങ്ങൾ പറഞ്ഞ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വണ്ടി ചാർജ് ചെയ്യുക, അതിനുള്ള 1 മണിക്കൂർ കുത്തിട്ടായി. കണ്ടില്ലേ ആ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ നോക്കി അല്ലേ. ആ കാടിൻ്റെ ഭംഗി ബോർഡറാണ് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് പിന്നെ മാൻകൂട്ടങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് വണ്ടി ചാർജ് ചെയ്ത് നേരെ റിട്ടേൺ വരുന്നതാണ് ശരിക്കും മറ്റൊരു ടാസ്ക്. തിരിച്ച് നമ്മൾ എവിടെ എത്തുമെന്ന്, പിന്നെ നാട്ടിലെത്തുമെന്നല്ല. അങ്ങനെ ഞാൻ വീണ്ടും ഈ പറഞ്ഞ മേപ്പാടി എത്തി. അവിടെ നിന്ന് 1 മണിക്കൂർ വണ്ടി ചാർജ് ചെയ്ത് അതിവിശാലമായിട്ട് മനസ്സിന് കുളിർമയേക്ക് ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടിട്ടോ. അതുപോലെ തന്നെ ഈ കാട് എന്ന് പറഞ്ഞാൽ പിന്നെ 2 രീതിയിലാണ്, മഞ്ഞുകാലത്ത് ഒരു സ്വഭാവവും മഴക്കാലത്ത് മറ്റൊരു സ്വഭാവവും ഒക്കെ ആയിട്ട്. അതായത് വേനൽക്കാലത്തൊക്കെ എത്തുന്നതോടെ ഇതിൻ്റെ സ്വഭാവം മറ്റൊരു രീതിയിൽ, കാരണം പച്ചപ്പൊക്കെ ഉണങ്ങി കരിഞ്ഞ് ഇപ്പം നല്ലൊരു പച്ചപ്പൊക്കെ ഉള്ളൊരു ഭംഗിയോട് കൂടിയൊരു പ്രകൃതിയാണ് അവിടെ കാണാൻ പറ്റും. അത് നല്ല പച്ചപ്പുണ്ട്. പിന്നെ മാനുകളൊക്കെ ഒരുപാട് കണ്ട്, മയിലിനെ കണ്ട്, ആനനെ കണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളെ ഞാൻ അവിടെ കണ്ടിട്ടും.
അതുപോലെ തന്നെ നേരെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങ് പോന്ന. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത ടാസ്ക് ഞാൻ അതുപോലെ നിങ്ങൾക്കും ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഓരൊക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര പോവുക. ഇതുപോലത്തെ യാത്രകൾ ചെയ്താൽ നമ്മളെ മനസ്സിന് ഒരു ശാന്തമാണ്, ഒരു സന്തോഷമാണ് അല്ലേ. അപ്പം ഞാൻ യാത്രകൾ ഒരുപാട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.